പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഊണിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇതെന്തുവാന്ന് എല്ലാവർക്കും അറിയില്ല. ഇത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉലുവയിലയാണ് നമ്മുടെ അത് തോരൻ വെക്കാനായിട്ട് ഞാനെല്ലാം പിച്ചിയെടുത്ത് കഴുകിയിട്ടുണ്ട്. അതപ്പോൾ ഇങ്ങനെ വലിയ ഇല ആയതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഞുറുക്കി കൊടുക്കണം. കത്രിക വെച്ചിട്ട് ഞാനെല്ലാം ഒന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ഇതെല്ലാം കൂട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉലുവയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ പച്ചയ്ക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയും ശകലം ഇട്ട് കൊടുക്കണം, ഉപ്പും ഇട്ട് കൊടുക്കണം. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹലുവ എന്ന് പറഞ്ഞ ഫിഷാണ്. ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ ഏറ്റവും വില കൂടിയ ഫിഷാണ് ഇത്. നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇപ്രാവശ്യം കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റാണ്, പഞ്ഞിക്കെട്ട് പോലിരിക്കും അത്. പിന്നെ 2-3 അയില ഉണ്ടായിരുന്നു. അപ്പോൾ 2 അയില ഞാൻ വറക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേത് ഞാൻ 2-3 കഷ്ണം എടുത്തുള്ളൂ. മീനും കറി വെക്കാൻ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മുളക് ചാറാണ് വെക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിൻ്റെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വറക്കാനുള്ളതും കൂടെ 2 അയില എടുത്തിട്ടുണ്ട്. മറ്റേ അലുവ മീനിലെ 2-3 പീസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എല്ലാം മസാലയെല്ലാം പുരട്ടി കുറച്ച് നേരം ഒന്ന് വെച്ച് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പും തോട്ടുപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തില്ല. പിന്നെ വെജുകാർക്കുള്ളതാണ് തോരൻ. അതിൻ്റെ കൂടെ ഞാൻ തീയൽ വെച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങക്കായും കൊച്ചുള്ളിയും കിഴങ്ങും എല്ലാം കൂടി ഇട്ടിട്ട് തീയൽ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മീനും എല്ലാം പെറുക്കിയിടുകയാണ്. ചാറെല്ലാം തിളച്ചായിരുന്നു. അപ്പോൾ അതിലേക്ക് മീൻ കഷ്ണം ഞാൻ കുറച്ചേ ഇടുള്ളൂ. തലഭാഗവും വാല് കഷ്ണവും അങ്ങനെയൊക്കെ ഉള്ളതും കൂടെ ഇട്ടിട്ടാണ് കറി വെച്ചത്. ഇടഭാഗമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ പൊരിക്കാനുള്ളതും കൂടി അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ തവയിലോട്ട് ഇടുമ്പം എണ്ണ ചൂടായതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് ഉരച്ചിട്ട് ഇടുന്ന ഉടനെ പറ്റിപ്പിടിക്കില്ലെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ പറ്റിപ്പിടിക്കാറില്ല കേട്ടോ. നന്നായിട്ട് ഇളകി വരും, നല്ല സോഫ്റ്റായിട്ട് ഇളകി വരും. അപ്പം മീൻ കറിയും തിളയ്ക്കുന്നുണ്ട്. മീനും വറക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യമേ ഞാൻ ചേട്ടനുള്ളതെല്ലാം റെഡിയാക്കി വെച്ച് തീയലും തോരനും മോരുകറിയും ഉണ്ട്. അപ്പം അത് ചേട്ടനുള്ളതാണ്. ചേട്ടൻ വെജായതുകൊണ്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ മീൻ നമുക്കുള്ളത് മീൻ കറി വെച്ചതും പൊരിക്കാനും ഒക്കെ എടുത്ത് വെച്ച് കണ്ടോ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഉരസിയിട്ട് ഇടണമെന്നാണ് പറയുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഉരച്ചിട്ട് അവിടോട്ട് വെക്കാമെങ്കിൽ ഒട്ടിപ്പിടിക്കില്ലെന്ന് പറയും. അപ്പം മീനും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കറി എനിക്ക് മീൻകറി ഇങ്ങനെ മുളക് ചാറ് വെക്കുന്നതാണ് ഇഷ്ടം. തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പം മോള് ഇവിടെ മീൻകറി അങ്ങനെ കൂട്ടാറില്ല. പിന്നെ ഇത് നല്ല സോഫ്റ്റ് മീൻ ആയതുകൊണ്ട് കൂട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം മീൻകറി ഞാനെല്ലാം ഓഫ് ചെയ്ത് വെച്ച് മീനും കൂടെ ശകലമാകാനുണ്ട് പൊരിച്ചത്. പിന്നെ തീയൽ ആയി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ചേട്ടനുള്ളതാണ്. പിന്നെ മോരുകറിയുണ്ട്. പിന്നെ നമ്മുടെ ഉലുവയുടെ ഇലയുടെ തോരനും ഉണ്ട്. അപ്പോൾ അത്രയും വെജുകാർക്കും മറ്റേത് നോൺ വെജുകാർക്കും.